നമസ്കാരം സുഹൃത്തുക്കളെ, കൊച്ചിയിലെ കായൽക്കാറ്റിൽ നിന്ന് നേരെ രാജസ്ഥാനിലെ കൊട്ടാരങ്ങളിലേക്ക് ഒരു ട്രെയിൻ യാത്ര പോയാലോ? അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ കൊങ്കൺ പാതയിലൂടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തെയും ജയ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന മരുസാഗർ എക്സ്പ്രസ് ആണ്. വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് പിങ്ക് സിറ്റിയായ ജയ്പൂരിലേക്ക് ഒരു കിടിലൻ ട്രെയിൻ യാത്ര. വെറും യാത്രയല്ല, പച്ചപ്പും കടലും തുരങ്കങ്ങളും നിറഞ്ഞ കൊങ്കൺ റെയിൽവേയിലൂടെയുള്ള ഒരു റോയൽ ട്രിപ്പ്. നമ്മുടെ മെയിൻ ഐറ്റം മരുസാഗർ എക്സ്പ്രസ് ആണ്. ട്രെയിൻ നമ്പർ 12977. എല്ലാ ഞായറാഴ്ചയും രാത്രി 8:25 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വണ്ടി പുറപ്പെടും. തൃശൂർ, ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ വഴി പാതിരാത്രിയോടെ വണ്ടി കേരളം കടക്കും. ഏകദേശം 40 മണിക്കൂർ യാത്രയുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:55 നമ്മൾ ജയ്പൂരിലെത്തും. ഈ യാത്രയുടെ ഹൈലൈറ്റ് രണ്ടാം ദിവസമാണ്. ഗോവയും മഹാരാഷ്ട്രയും കടന്നുപോകുന്ന ആ കൊങ്കൺ റൂട്ട് ഉണ്ടല്ലോ. മനോഹരമായ പാലങ്ങളും പുഴകളും ഒക്കെയായി വിൻഡോ സീറ്റിൽ ഇരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ നമ്മുടെ വാസായി റോഡിലും രത്നഗിരിയിലും ഒക്കെ എത്തുമ്പോൾ നല്ല ലോക്കൽ ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതിന്റെ ചിലവിനെക്കുറിച്ചും താമസ സൗകര്യങ്ങളെക്കുറിച്ചും നോക്കാം. ടിക്കറ്റ് നിരക്കുകൾ ഏകദേശം വരുന്നത് ഇങ്ങനെയാണ്. സാധാരണ സ്ലീപ്പർ ക്ലാസ്സിന് 1000 രൂപ റേഞ്ചിലും AC 3 ടയറിന് 2500 രൂപയും AC 2 ടയറിന് 3500 രൂപയുമാണ് വരുന്നത്. ഇനി താമസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജയ്പൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ എല്ലാ ബജറ്റിലും മുറികൾ കിട്ടും. നല്ലൊരു ലക്ഷറി അനുഭവമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ITC രജപുത്താന തിരഞ്ഞെടുക്കാം. അപ്പോ മരുസാഗർ എക്സ്പ്രസിലെ നമ്മുടെ യാത്ര ജയ്പൂരിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ തീരുന്നില്ല നമ്മുടെ കഥ. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പിങ്ക് സിറ്റിയുടെ ഓരോ മുക്കുമൂലകളാണ്. ഏതെല്ലാം കൊട്ടാരങ്ങൾ കാണണം, ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ ജയ്പൂർ കറങ്ങാം, ടിക്കറ്റ് നിരക്കും സമയവും ഒക്കെ കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഈ വക കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. ജയ്പൂർ യാത്രയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ യാത്രകൾ തുടരുക.